രാവിലെ ഡേ കെയറിൽ മമ്മ വരുന്നതിൻ്റെ സന്തോഷം. ചിക്കുവിന് രാവിലെ ക്ലാസ് ഉണ്ട്. ചിക്കുവിന് എത്ര മണിക്ക്? 9 മണിക്കല്ലേ? എനിക്ക് 8:15. കൊച്ചിനെ 7:30 കൊണ്ട് വരണം. അപ്പോൾ 7:30 ഓക്കെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, അതാണ് ഒരു പ്രശ്നം. അതിന് ചിക്കു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കഴിക്കണം. പാക്കരി ആക്കിയിട്ടേക്കണം. നീ എന്തെല്ലാം അംഗം കാണുന്നുണ്ട്. ഡാൻസ് മാസ്റ്റർ വിക്രമാണോ? അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ ഞാൻ ഒരു കാപ്പി കുടിച്ചതിന്റെ. അതെല്ലേ, ഞാൻ ബാക്കി ഇരുന്ന് കാപ്പി കുടിക്കായിരുന്നല്ലേ, സമയം കിട്ടിയില്ല. ക്രീം തേക്കാൻ പോയി. ഇപ്പൊ ഡ്രൈനസ് കുറയുന്നുണ്ട്, സ്കിൻ ഡ്രൈനസ്. കാരണം ഇപ്പൊ തണുപ്പായില്ലേ. അഡ്വാൻസ്ഡ് പ്രാക്ടീസ് നഴ്സിംഗ് ആട്ടോ ചെയ്യുന്നത്. ഫിൻലൻഡിൽ അങ്ങനെ നമ്മൾ മാസ്റ്റേഴ്സിൽ ഇപ്പോൾ ഏത് ചൂസ് ചെയ്യണമെന്നൊക്കെ വെച്ച് ഭയങ്കര വലിയ കാര്യമായിട്ട് നമ്മുടെ പ്രൊഫഷനിൽ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. അങ്ങനെയൊക്കെ തന്നെ കണ്ടിന്യൂ ചെയ്യലാണ് ഇവിടെ നടക്കത്തുള്ളൂ. പക്ഷേ ഇത് കുറച്ചുകൂടെ നല്ലൊരു കോഴ്സാണ്. മാസ്റ്റേഴ്സിൽ നമ്മൾ നഴ്സിംഗ് ചെയ്യുമ്പം APN എന്ന് ഇംഗ്ലീഷിൽ പറയും, APN എന്ന് നമ്മളിവിടെ പറയും. ആ സംഭവമാണ് ഷോർട്ടായിട്ട് പറയുമ്പോൾ. പിന്നെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് നമ്മളോട് തന്നെ ഒരു ബെറ്റർ ഫീലിംഗ് തോന്നും. എപ്പോഴും ഫ്രഷ് ആയിട്ട് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ലേൺ ചെയ്യുമ്പം ഒരു കുറച്ചൊന്ന് അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുന്ന പോലെയും, പിന്നെ ഒരു ഇച്ചിരി ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ആക്റ്റീവ് ആകുന്ന പോലെയും, ബ്രെയിനൊക്കെ ഒന്ന് ഫ്രഷ് അപ്പ് ആകുന്ന പോലെയും ഒക്കെ നമുക്ക് തോന്നാറുണ്ട്. നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ എപ്പോഴും എന്തെങ്കിലും കുഞ്ഞിതാണേലും വലുതാണേലും പഠിക്കുന്നത് നല്ലല്ലേ. ലൈഫ് ഫുള്ള് നമ്മൾ ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ ഈ കോഴ്സ് കൊണ്ട് കഴിഞ്ഞിട്ട് എനിക്ക് വേറൊരു കോഴ്സ് കൊണ്ട് എന്തെങ്കിലും ചെയ്യണം. പഠിച്ച് പ്രാന്തായെന്ന് തോന്നുന്നു പറയിപ്പിക്കണം. നമ്മളെന്തെങ്കിലും പുതിയ തൊഴിൽ പോലത്തെ സംഭവങ്ങളൊക്കെ പഠിക്കുന്നത് നല്ലല്ലേ. ഇപ്പം ഇവിടെ നമ്മൾ മാസ്റ്റേഴ്സ് ചെയ്യുമ്പം മാസ്റ്റേഴ്സ് തന്നെ പലതുണ്ട്. 90 ഡിഗ്രിയുടെ ഉണ്ട്, 120 ഉണ്ട്. അപ്പം അല്ല 90 ക്രെഡിറ്റ്സ് കിട്ടുന്നത്, 120 ക്രെഡിറ്റ്സ് കിട്ടുന്നത്. പിന്നെ പല ഇതുണ്ട് കേട്ടോ മാസ്റ്റേഴ്സിൻ്റെ. അപ്പം അതിൽ എനിക്ക് തോന്നുന്നു ഈ ഇങ്ങനെ ഈ 120 ക്രെഡിറ്റ്സിൻ്റെ എടുക്കുകയെന്നുണ്ടെങ്കിൽ അത് കഴിയുമ്പോൾ നേരെ ഇപ്പം ഇൻ കേസ് PhDക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് PhD ചെയ്യാൻ പറ്റും. പക്ഷെ അതല്ല മറ്റേത് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഡബിൾ ഡിഗ്രി വേണം, വേറൊരു യൂണിവേഴ്സിറ്റിയിലൂടെ നമ്മൾ ഡിഗ്രി എടുക്കണം, എന്നാലാണ് നമുക്ക് PhDക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പം ഞാനൊന്നും വരെ വലിയൊരൊന്നും പോകുന്നു തോന്നണില്ല. ജസ്റ്റ് ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ഒരു ക്യൂരിയസിൻ്റെ പുറത്ത് കയറിയേക്കുന്നതാണ്. ഇനിയിപ്പം നോക്കാം നമുക്ക് എങ്ങനെ പോകും എന്നുള്ളത്. തീസിസൊക്കെ നല്ല അതുപോലെ നമ്മളോട് ചോദിച്ചായിരുന്നല്ലോ, നമ്മൾ പറഞ്ഞായിരുന്നു നമ്മൾ ഇടയ്ക്ക് ഓസ്ട്രേലിയക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ അല്ല ചിക്കുവിൻ്റെ കുറച്ച് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം കുറച്ച് യൂറോപ്പിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്ത് ഒത്തിരി പേരുടെ അഭിപ്രായം നമുക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ അവരുടെ ഒരു അഭിപ്രായം അനുസരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് പോകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റുള്ള കാര്യങ്ങളിൽ, സാമ്പത്തിക കാര്യങ്ങളൊന്നുമല്ല കേട്ടോ, സോഷ്യലി കിട്ടുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കുറവാണ്. ലൈഫ് സ്റ്റാൻഡേർഡ് യൂറോപ്പിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തത്, പിന്നെ അതുപോലെ വർക്കിംഗ് ലൈഫിലുള്ള നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അതായത് കുറേ വർഷം നമ്മൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഇത്രയും നല്ലൊരു സിസ്റ്റത്തിൽ നമ്മൾ ജീവിച്ചിട്ട് ചെല്ലുമ്പോഴേക്കും നമുക്ക് എന്തൊക്കെയോ ലാക്ക് ചെയ്യണ ഒരു ഫീൽ ആയിരിക്കും. പോയവർ അവരുടെ എക്സ്പീരിയൻസ് ചെയ്ത് അങ്ങനെ കേട്ടോ പറഞ്ഞത്. പക്ഷേ ഇപ്പം ഗൾഫ് കൺട്രീസിൽ നിന്ന് വന്നവർ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് വന്നവർ, അവരൊക്കെ എന്ന് പറയുമ്പോഴേക്കും കുറച്ചുകൂടി ഒരു ബെറ്റർ കൺട്രിയിലോട്ടേക്ക് വന്ന ഒരു എഫക്റ്റ് ഉണ്ടാവുകയും ചെയ്യും. പക്ഷെ നമ്മൾ അങ്ങനെ ഉള്ളോടത്തുനിന്ന് ഇവിടെ വന്നിട്ട് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പം അത് ടോട്ടലി ഡിഫറെൻ്റ് ആണെന്ന് പറയുന്നത്. സാലറി വൈസിൽ പിന്നെ അവരൊക്കെ മൂവ് ചെയ്ത സമയത്ത് അവർക്ക് ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു, ഓക്കെ ബെറ്റർ സാലറി എന്നുള്ളൊരു തോട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം വീടൊക്കെ ഭയങ്കര എക്സ്പെൻസീവായി, അങ്ങനെ ടോട്ടലി ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് സാലറി നോക്കിക്കഴിഞ്ഞാലും അങ്ങ് ഭയങ്കര ആയിട്ടും പറയുന്നു. നമ്മള് ചിക്കുവിന്റെ കാര്യത്തിൽ ചിക്കു തീരുമാനം എടുത്തിട്ടില്ല. അല്ല, എനിക്കല്ലെങ്കിലും മൂവ് ചെയ്യാമെന്ന് ഞാനിങ്ങനെ ആഗ്രഹിച്ചാലും എനിക്ക് കംപ്ലീറ്റ് മൂവ് ചെയ്യണം എന്നുള്ള ആഗ്രഹമായിരുന്നില്ല. കാരണം ഫിൻലൻഡ് കംപ്ലീറ്റ് വിട്ട് പോകുക എന്ന് പറയുമ്പം എനിക്ക് എന്തോ ഒരു പെയിൻ പോലെയാണ്. കാരണം ഇവിടെ എനിക്ക് ഇഷ്ടമാണ്. ആകെ പ്രശ്നം ഭയങ്കരമായിട്ട് അങ്ങ് തണുപ്പ്, ഇരുട്ട് അങ്ങ് കൂടി വരുമ്പോഴേക്കും ഒരു ഭയങ്കര ഒരു ഇതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്ത് ചിലപ്പം മറ്റേ പ്രഗ്നൻസി ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പോസ്റ്റ്മോർട്ടം പീരീഡിലിരുന്നപ്പോൾ ഒരു സ്ലൈറ്റ്ലി ഡിപ്രഷൻ ഹിറ്റ് ചെയ്തതാണോ എന്ന് അറിയത്തില്ല. ഓപ്ഷൻസ് ഉണ്ടല്ലോ, എന്തോ പുതിയൊരു ഓപ്ഷൻ ഉണ്ടല്ലേ, അതായത് യൂറോപ്പിലുള്ള നഴ്സുമാർക്ക് അവിടെ പോയി ജോലി ചെയ്യാൻ പറ്റും ഷോർട്ട് ടൈമിൽ. അങ്ങനെ എന്തോ ഒരു റൂമർ പോലെ ഇങ്ങനെ കേൾക്കുകയും ചെയ്തു. അതായത് 5 വർഷം നമുക്ക് ഓസ്ട്രേലിയയിൽ പോയി ഇവിടുത്തെ എഡ്യൂക്കേഷൻ, ഇവിടുത്തെ എക്സ്പീരിയൻസ് മതി, അവിടെ എക്സ്ചേഞ്ച് പോലെ ഇവിടെ പോയി നമ്മൾ വർക്ക് ചെയ്യുന്ന പോലെ ഓസ്ട്രേലിയയിലുള്ളവർക്ക് അവിടെ നിന്ന് ഇവിടെ വന്ന് വർക്ക് ചെയ്യാം. അങ്ങനെ
അതിന് വലിയ റെസ്ട്രിക്ഷൻസ് ഇല്ല എന്നുള്ളത് പ്ലാനിലുണ്ടെന്ന് ഇങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ കേട്ടത് കൊണ്ടും കൂടെ പിന്നെ നമുക്ക് പിന്നെ ഇപ്പം കുറച്ച് ബെറ്ററായി വരുന്നുണ്ട്. എൻ്റെ ആ ഒരു മൂഡും ഒരു ഹ്യൂമറും ഒക്കെ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. ലൈഫിൽ കുറച്ച് എൻഗേജ് ആകുമ്പോഴേ, അതായത് ഹൈപ്പർ എന്ന് പറയുന്നു വീട്ടിൽ നിന്ന് ഒഴിച്ച് മറ്റുള്ള കാര്യങ്ങൾ എൻഗേജ് ആകുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ ആക്റ്റീവ് ആകുന്നത്. വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ എന്തായാലും ചെയ്യണമല്ലോ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മുടെ വിലപ്പെട്ട സമയം വീട്ടിലെ കാര്യങ്ങളിൽ വെറുതെ കളയരുത്. വീട്ടിൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ അത് നല്ല ക്വാളിറ്റി ടൈം ആയിരിക്കണം. മക്കളുടെ കൂട്ടത്തിൽ സന്തോഷമായിട്ട് അവർക്ക് വേണ്ടിയ കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അത് കഴിഞ്ഞിട്ടുള്ള ടൈം നമ്മൾ വെറുതെ വീട്ടിൽ ചുമ്മാ ഇരിക്കുന്നതിനോട് നമുക്ക് എന്തോ ഒരു താല്പര്യക്കുറവാണ്. എന്തെങ്കിലും ക്വാളിറ്റിയുള്ള ലൈഫിൽ നമുക്ക് സെൽഫായിട്ടും ഗുണമുള്ളത്, കുടുംബത്തിനും ഗുണമുള്ള അങ്ങനെ എന്തെങ്കിലും നല്ല കാര്യങ്ങളിലൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നതിനോടാണ് പേഴ്സണലി നമുക്ക് താല്പര്യം. രസമല്ലേ മോർണിംഗ് വൈബ്. സിഗ്നൽ ഓഹോ, ദശക്കുട്ടി തന്നെയാണോ? ആ, ഇപ്പൊ അമ്മ വിട്ടാല് ഇച്ചിരി സങ്കടേ ഉള്ളല്ലോ. ചക്കരക്കുട്ടന് ഇച്ചിരി സങ്കടം മനസ്സിലായി. മുറുക്ക് കെട്ടിപ്പിടിച്ച് കിടക്കുക. ഒരു കാലിലിട്ട് കഴിഞ്ഞപ്പോ മറ്റേ കാലപ്പുള്ളി ഓട്ടോമാറ്റിക് പൊക്കിയൊക്കെ തരുന്നുണ്ട്. അറിയാം എന്തായാലും വിട്ടിട്ട് പോകുന്നു. അതിന് ജാക്കറ്റ് കൂടെ ജാക്കറ്റ് കൂടെ ബൈ ബൈ ടാറ്റാ. ബൈ ബൈ. ബെൽറ്റ് ഇട്. ഓരോ ദിവസവും ഓരോ അല്ലെന്നേ, ഓരോ ദിവസമേ ഓരോ രീതിയിൽ തലയും കാണിച്ചു. മറ്റേ എന്നും എന്റെ ഒരേപോലെ ക്യാമ്പയിൻ നടത്തണമെന്ന് വിചാരിക്കും കേട്ടോ. മറ്റേ അനുപമ പരമേശ്വരം വന്നത് സിമ്പിളായിട്ട് നമ്മളങ്ങനെ തമാശ പറഞ്ഞ് കളയാൻ പാടില്ല. കാരണം അത്രയും സീരിയസ് ആയിട്ടുള്ള ടോപ്പിക് ആണല്ലോ. മറ്റേ NPD എന്ന് പറയുന്നത്, നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. നല്ല കോൺഫിഡൻസോട് കൂടി ഞാനിങ്ങനെ ചുരുട്ടി വെച്ച് ഇറങ്ങി വന്നപ്പോൾ എന്നോട് അറിയാം, ഇനി മേലെ ഇങ്ങനെ ഇറങ്ങരുത് കേട്ടോ, മറ്റേ വളച്ചിട്ട് പോകുന്നത് ചെയ്താൽ മതിയെന്ന്. ക്യാമ്പയിൻ നടത്തട്ടെ. അല്ല, ലോങ് ഹെയർ ആണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ അവര് നൈസായിട്ടാ പറയുന്നതെന്നാ പറയുന്നത്. അങ്ങനെ റൂഡായിട്ടൊന്നും പറയാം, നമുക്ക് മനസ്സിലാവത്ത പോലുമില്ല. അപ്പൊ പിന്നെ ഞാനിങ്ങനെ അത് അങ്ങനെ ഇത് പറയല ചേന ഇന്റർവ്യൂ കേൾക്കാഞ്ഞിട്ട് അതിൽ കുറെ ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒരു ടോക്ക്. അത് അല്ല, ഇപ്പൊ നമുക്ക് പലർക്കും അതിനുശേഷം കൺഫ്യൂഷൻ ഉണ്ടാവും. റിലേഷൻഷിപ്പ് ഇപ്പൊ ആണ് പെണ്ണ് ജെൻഡർ പ്രോബ്ലം അല്ലത്. ആക്ച്വലി ആർക്ക് വേണേലും ഉണ്ടാകാം. ഹസ്ബൻഡ്, വൈഫ്, അപ്പൻ, അമ്മ, മക്കള്, സഹോദരങ്ങള്, പിന്നെ വർക്കിംഗ് പ്ലേസില് ബോസ്, കൂട്ടുകാര്, ഏത് റിലേഷൻഷിപ്പ് അതൊരു ക്യാരക്ടർ പേഴ്സണാലിറ്റി ഡിസോർഡർ തന്നെയാണല്ലോ. ഇങ്ങനെ കുഞ്ഞിലെ ഇങ്ങനെ ആയി അങ്ങനെ ഭീകരമായിട്ട് വരുന്നതല്ലേ. പക്ഷെ ഞാൻ പറയാൻ വന്ന കാര്യം എന്നു മറന്നുപോയല്ലോ. അല്ല, ഞാൻ പറയാൻ വന്ന എൻ്റെ ആ ഒരു ഫ്ലോ പോയി. ഞാൻ വേറെന്തോ കാര്യം പറയാൻ വന്നായിരുന്നു. അതായത് അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും നമുക്ക് തന്നെ ഇത് കേട്ട് കഴിയുമ്പോൾ നമുക്ക് തന്നെ കൺഫ്യൂഷനായി പോകും. കാരണം ഇതിലെ പല സിംറ്റംസും പറയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ അതിൻ്റെ അകത്ത് മെയിൻ സംഭവം റിലേഷൻഷിപ്പിൻ്റെ അകത്ത് നമ്മൾ കംഫർട്ടബിൾ ആണോ, നമ്മുടെ ഗ്രോത്തിന് നമുക്ക് മെന്റൽ പീസ് ഉണ്ടോ, നമ്മുടെ ഗ്രോത്തിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടോ, അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടോ വളരാൻ. അങ്ങനത്തെ ചില പിന്നെ ലൈഫിൽ നമുക്ക് ബ്യൂട്ടി കൂട്ടുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അത് നമ്മുടെ ലൈഫിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. നമ്മൾ പിന്നെ കൂടുതൽ അങ്ങനെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിട്ട് പോകേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ ബ്യൂട്ടി കൂട്ടുന്നുണ്ടോ? അല്ല, എനിക്കതില് ഹാപ്പിനെസ്. കാരണം ഇപ്പോഴും നല്ല പണ്ട് തൊട്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് സപ്പോർട്ട് ചെയ്യണ പോലെ എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. അങ്ങനെ താഴ്ത്തി ഇരുത്തിയേക്കുന്ന പോലെ തോന്നിയിട്ടില്ല. അത് ഞാനും പറയും, നല്ലതായിട്ട് പറയും. പക്ഷെ നമ്മുടെ അഭിപ്രായം മറ്റുള്ളവർക്ക് അത് ശരിയാവണമെന്നില്ല, അത് വേറെ കാര്യം.
അവിടെയാണ് ഒരു കഴിവ് നമ്മൾ പ്രയോഗിക്കേണ്ടത്. എന്നറിയോ, ഇപ്പം എൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അയാൾക്ക് വേദന ആവുമെന്ന് ഓർത്തുകൊണ്ട് എനിക്കത് ഭയങ്കര ക്ലോസ് ആയ ആളുടെ അടുത്ത് വെടി തുറന്ന് പറയും. എന്നാൽ വലിയ പരിചയമില്ലാത്തവരുടെ അടുത്ത് നമ്മളൊരു ഒഴുക്കൻ ഭാവം, നല്ല കുഴപ്പമില്ല. പക്ഷെ വെരി ക്ലോസ് ആയിട്ടുള്ള റിലേഷൻ്റെ അടുത്ത് വരുമ്പോഴേക്കും നമ്മളത് ഭയങ്കര ഓപ്പൺ ആയിട്ട് പറയും. അത് അവിടെ ഒരു കണക്കിൽ പറഞ്ഞാൽ അയാളെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെ പറയാൻ പാടില്ല എന്നുണ്ടോ? പറയുന്ന രീതി ഉണ്ടാവും, വേദനിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി ഹേർട്ട് ആവുമെങ്കിൽ പറയുമല്ലോ. പക്ഷെ ഇങ്ങനെ ബന്ധങ്ങൾ എന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു പറയാനുള്ള സ്വാതന്ത്ര്യം വേണം. പക്ഷെ അത് വഷളായി പോകുന്ന അതായത് വേദനിക്കാൻ പാകത്തിന് ആഴത്തിൽ മുറിവേൽക്കുന്ന പോലെ ചെയ്യുമ്പോഴാണല്ലോ പ്രശ്നം, കീറി മുറിച്ച്. കാരണം അങ്ങനെ ചിലവർക്ക് അങ്ങനെ പറയുമ്പോഴായിരിക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ. അതായത് അതപ്പോൾ അവർ ആ കൂടുതലുള്ള ആളോട് കാണിക്കുന്ന കരുണയല്ലല്ലോ, അവരുടെ സ്വന്തം മനസുഖത്തിന് വേണ്ടിയിട്ടല്ല അവർ അത് പറയുന്നത്, അല്ലാണ്ട് നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടി പറയുന്നതല്ലല്ലോ. അതാണ് പ്രശ്നം. അതിപ്പം NPD എന്നുള്ള ആ ഒരു ലെവൽ വരെ എത്തേണ്ട ആവശ്യമില്ല. അതും ഒരു പേഴ്സണാലിറ്റി ബോർഡർ ലൈൻ പ്രോബ്ലംസ് ആണ്, അതൊക്കെ ഒരു സ്വഭാവ പ്രശ്നങ്ങളാണ് അതൊക്കെ. പക്ഷെ അതെല്ലാം കുഞ്ഞിലേ തൊട്ട് നമ്മൾ വളർന്നു വരുന്ന സാഹചര്യവും ഒക്കെ അതിൽ മാറ്ററാണ്. മക്കളെ വളർത്തുമ്പോഴും നമ്മൾ ഇങ്ങനെ, ഞാൻ ഓർക്കുന്നുണ്ട് പണ്ട് പപ്പ പറയുന്നത്, ഞണ്ട് സൈഡിലോട്ട് പോയിട്ട് മക്കളോട് നേരെ പോകാൻ പറഞ്ഞാൽ കേൾക്കുമോ? ഇല്ല. ഞണ്ട് നേരെ നടന്നിട്ട് കാണിക്കുവാണെങ്കിൽ ചിലപ്പോൾ പോസിബിൾ ആയിരിക്കും. അതുപോലെ ആണെന്നുള്ള രീതിയിൽ ഞണ്ട് സൈഡിലോട്ട് നടക്കണേന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഞണ്ട് എന്തായാലും നേരെ പോകില്ല എന്നാണ് പറയുന്നത്. സോ പല കാര്യങ്ങളും നമ്മൾ കുരുത്തക്കേട് കാണിച്ചുകൊണ്ടിരുന്നതൊക്കെ ഇപ്പം പിള്ളേരുടെ കൂട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പം നമ്മൾ ഫുൾ ടയർ കൂട്ടത്തിലാകുമ്പം നമ്മളത് ചെയ്തുകൊണ്ടാണ് അവരെ ചെയ്യിപ്പിക്കുന്നത്. കാരണം നമ്മൾ ഒന്നുകൂടെ നല്ല മക്കളാകുന്നുണ്ട്, ഇല്ലേ? മക്കളായതിനു ശേഷം നമ്മളിൽ നല്ല മാറ്റമുണ്ട്. അതായത് നമ്മളും ഒരു നല്ല കുഞ്ഞുങ്ങളായി തീർന്ന പോലത്തെ രീതിയിലാണ് നമ്മളും ബിഹേവ് ചെയ്യുന്നത്. ചില സമയത്ത് വിട്ടുപോകും, അന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കും. അതിൽ തീരെ കുരുത്തക്കേട് കാണിക്കുന്നവരെ നന്നായിട്ട് പിടിക്കും. അങ്ങനെ എനിക്ക് നമ്മുടെ ഇടയിൽ വഴക്ക് കൂടുതൽ അങ്ങനെയാണ് തുടങ്ങിയത്, ഈ ആർഗ്യുമെന്റ്സ് ഒക്കെ പിള്ളേരുടെ കാര്യത്തില്. ചില ഫിലോസഫിയോട് അങ്ങോട്ടും ഇങ്ങോട്ടും ചേരുകയില്ല. നമുക്ക് മറ്റാരെയും കോപ്പി ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് നമ്മുടേതായ ശൈലി, ഇപ്പം ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താം. ഇത് മോശമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ഉപേക്ഷിക്കാൻ ശ്രമിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അത് മനുഷ്യന് ചിലപ്പം ചില പേര് മക്കളെ വളർത്തുന്ന ശൈലി നമുക്ക് ഇഷ്ടമായിരിക്കാം, പക്ഷെ നമുക്ക് അതുപോലെ ആകാൻ പറ്റത്തില്ല. പക്ഷെ ലൈഫിൽ ചില കാര്യങ്ങൾ വേണ്ട, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ മാത്രമേ പറ്റത്തുള്ളൂ. ഒരിക്കലും ഒരാളുടെ പോലെ ആകാനോ ഒരിക്കലും പറ്റത്തില്ല. എത്ര കോപ്പി ചെയ്യാൻ ശ്രമിച്ചാലും നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ഉള്ളിനുള്ളിൽ കിടക്കുന്നത് മറ്റേ സാധനമാണല്ലോ, അതൊന്നും പറ്റത്തില്ല. നമ്മുടെ ജനിച്ച് വളർന്ന് നമ്മുടെ ഒരു സ്വഭാവം അനുസരിച്ച് നമുക്ക് മക്കളെ വളർത്താൻ പറ്റത്തുള്ളൂ. പിന്നെ നല്ല വിൽ പവർ ഉള്ളവർക്കും നല്ല ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തും കുറേ അധികം ഇതിനു വേണ്ടി ട്രൈ ചെയ്താലൊക്കെ കുറച്ചൊക്കെ, പക്ഷെ എങ്കിലും ഉള്ളിന്റെ ഉള്ളിലേ മറ്റേ എന്താ പറയുന്നേ, ബോധ മനസ്സോ അബോധ മനസ്സോ എന്നല്ലേ പറഞ്ഞേ, പറഞ്ഞ പോലെ ഈ അതായത് ഒരു ചൊല്ലുണ്ടല്ലോ, അതായത് മക്കള് അതിപ്പോ ഉണ്ടായി എങ്ങനെ വേണേലും വളർന്നോളൂലോ, ഇതുണ്ടേ സൈഡ്, മക്കളുണ്ടായി എങ്ങനെ വേണേലും വളർന്നോളും, നോക്കേണ്ട കാര്യമില്ല എന്നുള്ള, അതായത് എണ്ണത്തില് എത്ര പേരായാലും ഇത് പ്രശ്നമുള്ള കാര്യമില്ല, അതിനു വേണ്ടി ഇപ്പം എന്ത് എഫേർട്ട് ഇടുന്നതെന്ന്. പക്ഷെ നമുക്ക് അങ്ങനെയല്ല കേട്ടോ തോന്നുന്നത്. ഇപ്പോൾ ഒരു കൊച്ചായാലും 2 കൊച്ചായാലും 3 ആയാലും 4 ആയാലും എത്ര മക്കളായാലും നമ്മൾ അവർക്ക് ഈക്വലായിട്ട് അവരെ നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. അവരുടെ കാര്യങ്ങൾ അവരെ നല്ല രീതിക്ക് ചൊല്ലിപ്പറഞ്ഞ് നമ്മുടെ ബെസ്റ്റ്, നമ്മുടെ ബുദ്ധിക്കകത്ത് നമ്മൾ പഠിച്ചത് മാത്രം ശരിയെന്ന് വിചാരിച്ചിട്ടല്ല, ബാക്കിയുള്ളിടത്തു നിന്നൊക്കെ നമുക്ക് കളക്ട് ചെയ്യാവുന്ന നല്ല കാര്യങ്ങളെല്ലാം എടുത്ത് അവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഒരു അഭിപ്രായം. ഒരു കാര്യം ചെയ്യേ, ബാക്കിയുള്ള അഭിപ്രായങ്ങള് ഞാൻ സ്കൂളെത്തി, കുട്ടി സ്കൂളിൽ പോവുകയാണ്, പള്ളിക്കൂടത്തിൽ പോവുകയാണ്. അങ്ങനെ സൈഡിൽ വളഞ്ഞ് എത്തി അതിന്റെ വാതൊക്കെ നടത്താല്ലേ. നല്ല കോൺഫിഡൻസ് ഇച്ചിരി കുറഞ്ഞു. ആണോ? എങ്ങനെയുണ്ടായിരുന്നു സ്കൂളിൽ? ഓർത്തില്ലെങ്കിൽ ഇന്ന് തൊട്ട് 2 മണിക്ക് തീരൂണ്. ഇന്ന് അല്ല, എനിക്ക് ചിലവർക്ക് കാർഡ് എക്സാം, ചിലവർക്ക് യൂണിറ്റ് എക്സാം അതുപോലത്തെ എനിക്ക് ഷെഡ്യൂൾ തന്നു. പിന്നെ തീസ്തായിന് എനിക്ക് ക്യുമ്മിന് മറ്റേ സ്റ്റാർട്ടാണ് തീസ്തായി. പിന്നെ കക്ഷി കത്തിക്കരണേ. സൂപ്പായിരുന്നു, ഫിഷ് സൂപ്പ് അല്ലായിരുന്നോ? നല്ലായിരുന്നോ? കുറച്ച് എനിക്ക് അത്ര ഫിഷിന്റെ സൂപ്പ് അത്ര എനിക്ക് ഇഷ്ടപ്പെടില്ല, അത്ര ഇഷ്ടമില്ലാത്ത എനിക്ക്. ഷെഡ്യൂൾ കിട്ടിയാ
വേറെ എന്നാ കിട്ടിയേ? വേറെ ഒന്നും കിട്ടിയില്ല. ഹോംവർക്ക് ഉണ്ടോ മോനെ? ഹോംവർക്ക് ഉണ്ടോ? ഹോംവർക്കാ ഉണ്ട്. അപ്പൊ ഫിലിം നോക്കിയില്ല. എനിക്ക് ഹോംവർക്ക് അല്ല, വായിക്കാനുണ്ട്. ഞാൻ മറ്റേ വീട്ടിലോട്ട് പോണേക്കാളും മുന്നേ നാം ഓർത്തു മറ്റേ എൻ്റെ ഈ ഹോംവർക്ക് എൻ്റെ ക്ലാസ്സിലുള്ളത് മറ്റേ ആർക്കും ഹോംവർക്ക് ഇട്ടിട്ടില്ല ഇതുവരെ. മറന്നുപോയി ടീച്ചർമാരെ. ഞാൻ പറഞ്ഞിട്ട് എല്ലാവർക്കും കിട്ടിയപ്പോൾ. പിന്നെ മറ്റേ ഞാൻ 10 മണി എല്ലാവർക്കും കക്ഷി തൊഴിഷ്ടക്ക് തീർന്നു ചിലവർക്ക്, പിന്നെ യുക്ഷിക്ക് തീർന്നു ചിലവർക്ക്. വായിക്കാനൊക്കെ ഉള്ളതുണ്ടോ? എനിക്ക് ഇത് മനസ്സിലാവുന്നില്ലേ, ഇത് ഡിഫറെന്റ് ആയിട്ടുള്ളതാ. കുട്ടിയുടെ ടൈം ടേബിളാണ് അത് തെയ്യും മറ്റേ നോർമൽ അല്ല, കുറച്ചുകൂടി വലുതല്ലേ ആവണ്ടേ. 2 ദിവസം അല്ലേ? എത്ര നാളെയോ? നാളെ നാളെ രാവിലെ 8:45. സ്കൂളാ നല്ലാണോ? ഹോംവർക്ക് ചെയ്യുന്നേ? ഏതാ ചെയ്യുന്നേ? ഇത് ചെയ്തു വന്നിട്ട് ഇത് ഓക്കെ. ആ കുട്ടി ഇങ്ങനെയാണ് ഹോംവർക്ക് ചെയ്യുന്നത്. ചക്കിയുടെ ഹോംവർക്കിൻ്റെ ബുക്കാണിത്. അതെ, ഇതിൻ്റെ എല്ലാം ഇങ്ങോട്ട് റിപ്പീറ്റ് ചെയ്ത് എഴുതണം. അപ്പോൾ സ്കൂളിന് ഭയങ്കര പൈസ സേവ് ആവും. ആണോ? എന്നിട്ട് ഇത് റീസൈക്കിൾ ചെയ്യും. ആണല്ലേ? അതിനാണ് ഈ ബുക്ക് വന്നേക്കുന്നത്. കഴിഞ്ഞ വർഷം വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്കിയുടെ ബുക്കേ തന്നെയല്ലായിരുന്നോ? അപ്പം ചക്കിയുടെ ബുക്കിൽ എഴുതാൻ പാടില്ല, അതിനുള്ള സ്ഥലമില്ല. യോണിക്കുട്ടിക്ക് ഇപ്പോഴും അങ്ങനെയാണ്, ബുക്കേ തന്നെ അല്ലേ? പുറത്ത് പോണ്ടേ? ഒന്നോ ഞാൻ കുറച്ച് സ്കൂളിൽ പോയപ്പോഴല്ലോ കറക്റ്റ് ഡോർ അടിച്ചപ്പോഴും ഞാൻ എന്റെ കയ്യിൽ താക്കോലില്ലാന്ന്. അന്ന് വീടിന് മൊത്തം നോക്കി ഡോർ ലോക്കാണോന്ന്, എല്ലാം ലോക്കായിരുന്നു. അന്ന് ഞാൻ ഓടി പോണേ സ്കൂളിലോട്. ഞാൻ 10 മിനിറ്റ് ലേറ്റ് ആയി. ഞാൻ പോണ വഴിക്ക് ടീച്ചറിന് മെസ്സേജ് അയച്ചു. അത് കാണുന്ന മുന്നേ ടീച്ചർ എനിക്ക് റെഡ് ആബ്സെൻസ് ഇട്ടു. പക്ഷെ അതിന് സ്കൂളിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ അറിയാതെ മറന്നു പോയത്. അതുകൊണ്ട് മാറ്റിയിട്ട് എനിക്ക് നല്ല മെറുക്കിന്ന് ഇട്ടു. ഞാൻ നല്ല ചെയ്തോണ്ട്. ആണോ? ഓ അടിപൊളി. ഞാൻ ഓർത്ത് തന്നെ ആള് സൈക്കിളും ഉണ്ടാകാത്തന്ന് വന്നപ്പോൾ ഞാൻ ഓർത്തിന് കാറ്റ് പോയെന്ന് നോക്കിയിട്ട് ഞാൻ കാറ്റൊക്കെ നോക്കി സാധനമൊക്കെ വാങ്ങിച്ചോണ്ട് വന്നേ. പപ്പയ്ക്ക് നേരത്തെ വന്നു. ചിക്കുട്ടി വാ. വളർന്നുപോയി എൻ്റെ കുട്ടി, വളർന്നുപോയി. പുറം പോകും ഞാൻ എടുക്കാം. അവന് വന്നതേ പാല് കുടിക്കണം. പാല് അവിടെ ഇരിക്കണം. ഞാൻ ഇത്ര അവിടെ ഇരിക്കുന്ന കേക്ക് അത് പറഞ്ഞവൻ. എന്റെ പൊന്നടാ. ചിക്കൻ കഴിക്കുന്ന സ്കൂളിൽ ഉണ്ടായിരുന്നു. പക്ഷെ ചെറിയ കൺഫ്യൂഷൻ ആയിരുന്നു. ഞാനത് വീഡിയോ എടുത്തില്ല. അല്ല, നമ്മള് സ്കൂളിൽ ഫുഡ് ഫ്രീ ആണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിള്ളേർക്കെല്ലാം ഫ്രീ ആണ്, എനിക്കും ഫ്രീ ആണ്. പക്ഷെ ചിക്കൂന് മാത്രം ചെറിയ എമൗണ്ട് കൊടുക്കണം. നമുക്ക് തീർന്നവർക്ക് നമ്മൾ കുറച്ച് നേരം കണ്ണടച്ച് മറ്റേ ഡേ കെയറിൽ ചെയ്ത പോലെ കണ്ണടച്ചിട്ട് പില്ലോയിൽ പോയിട്ട് കിടക്കണം. അതോ സോഫയില് കിടന്ന് കണ്ണടച്ചിട്ട് മറ്റേ ടീച്ചർ വായിച്ചും അതുപോലെ ചെയ്യുവാണ്. അത് കണ്ടിട്ട് മറ്റേ ഒന്നും പക്ഷെ വായിച്ചില്ല. സുവി എന്തൊക്കെയോ ഇമാജിനേഷനുകൾ പോയിട്ട് ഇട്ടു മൈൻഡിൽ ഓർക്കാൻ. എന്നിട്ട് അത് അതുപോലെ ചിലവര് അവനാ കഴുത്തെ കെട്ടിട്ട് കൊടുത്തിട്ട് ആളിന് സ്കൂളിൽ എന്തായിരുന്നു വിശേഷം? സുഖം, നോർമലായിരുന്നു. ആണോ? ഹോംവർക്ക് ഉണ്ടായിരുന്നോ? എക്സാം തുടങ്ങിയോ? സെപ്റ്റംബർ 15 ആദ്യത്തെ മാത്തിന്റെ എക്സാം ഉണ്ട്. പറഞ്ഞിട്ടില്ല പക്ഷെ റോസിന്റെ പിന്നെ മാത്തിന്റെ പിന്നെ ഐഡിയലിന്റെ വരണം. പക്ഷെ പറഞ്ഞിട്ടില്ല.
റിവിഷൻ. കുട്ടി എന്നാ കഴിക്കണേ? പക്കാവടയാ. പല്ല് വെച്ചിട്ട് അയ്യെ പിടിച്ചു നോക്കുക പള്ളി. കുറേ നാളെ ഇല്ലാണ്ടിരുന്ന ശീലമായിരുന്നു ചായ കുടി. ഇതിന് തുടങ്ങിയിട്ട് ഇത് നിർത്താൻ പറ്റുന്നില്ല. ഇന്നലെ വിചാരിച്ചു ഇന്ന് തൊട്ട് ചായ കുടി ഇതൊക്കെ നിർത്താമെന്ന് വിചാരിച്ചു, പക്ഷെ ഇന്നും പറ്റിയിട്ടില്ല. അപ്പം ഇന്ന് വിചാരിക്കുന്നു നാളെയാണ്, പക്ഷെ പറ്റണം. നമുക്ക് ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ടൈം ഇതാ, ഉച്ച കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ചായയും സ്നാക്കും കഴിക്കുന്നതാണ്. കാരണം നേരം ഡിന്നറിൽ നമ്മൾ അറേഞ്ച് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അങ്ങനെ ഇന്ന് പവനായി ശവമായി എന്ന് പറഞ്ഞ പോലെ അവസ്ഥയാണല്ലോ. അടിവെട്ടാൻ പോയിട്ടുള്ളൂ. പിന്നെ കുറച്ച് പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ചെയ്യുന്ന മാസ്റ്റേഴ്സ് എത്ര വർഷമാണ്, അല്ലെങ്കിൽ ജോലി ചെയ്തവരാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം എന്താണ് ഗുണം. ഈ നേഴ്സുമാരായിട്ട് കുറേ പേര് നമ്മുടെ അടുത്ത് പേഴ്സണലായിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കമൻറ്റിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അതായത് APN എന്ന് പറഞ്ഞ കോഴ്സാണ് എടുത്തേക്കുന്നത്, അഡ്വാൻസ്ഡ് പ്രാക്ടീസ് നഴ്സിംഗ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വേറുള്ള കൺട്രീസിലൊക്കെ അതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ടാവും. ഫിൻലൻഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ APNൻ്റെ ഒരു ഇത് റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, തുടങ്ങിയെന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇത് കഴിഞ്ഞാലും നമുക്കങ്ങനെ പ്രൊഫഷണലി ഭയങ്കര വലിയ മാറ്റം അല്ലെങ്കിൽ സാലറി ബേസിലോ അല്ലെങ്കിൽ നമ്മുടെ ഒരു പൊസിഷൻ അങ്ങനെ ഒരു ചേഞ്ച് ഒന്നും ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. സെയിം തന്നെ ആയിരിക്കണം. ഇനിയിപ്പോൾ നമ്മുടെ കഴിഞ്ഞൊക്കെ ഇറങ്ങുന്ന സമയമാകുമ്പോഴേക്കും എന്തെങ്കിലും മാറ്റം വരുമോ എന്നറിയത്തില്ല. പക്ഷേ ഈ കോഴ്സ് ചൂസ് ചെയ്ത സമയത്ത് ഇത്രയും ഡീപ്പായിട്ട് എനിക്കും അറിയത്തില്ലായിരുന്നു. പക്ഷേ APN നമ്മൾ കറക്റ്റ് ടൈമിൽ എല്ലാം പാസ്സായി വന്ന് തീസിസൊക്കെ സബ്മിറ്റ് ചെയ്ത് ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ നമുക്ക് നഴ്സിംഗ് പ്രാക്ടീഷണറായിട്ട് നമുക്ക് ജോലി ചെയ്യാം. പിന്നെ എന്താണ് APN എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. US എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്താണ് ഫിസിക്കൽ അസസ്മെൻറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഉള്ള പൊസിഷൻ, അതായത് നേഴ്സ് ജസ്റ്റ് നേഴ്സായിട്ട് നമ്മൾ ജോലി ചെയ്യാതെ ഒരു ഡോക്ടർമാരുടെ അസിസ്റ്റൻ്റ് എന്നുള്ള ഒരു ലെവലിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഫാർമക്കോളജിയൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് കഴിയുമ്പം ഇതിൻ്റെ അകത്ത് മെയിൻ കുറച്ച് ഡീപ്പായിട്ട് പഠിക്കാനുള്ളത് ഫാർമക്കോളജിയും പിന്നെ ഫിസിക്കൽ അസസ്മെൻറ്റും എന്നാണ് ഇപ്പോൾ കേട്ടിടത്തോളം എനിക്ക് മനസ്സിലായേക്കുന്നത്. പിന്നെ നമ്മൾ ഓരോന്നും ടോട്ടൽ കോഴ്സ് 2 വർഷം കേട്ടോ. അപ്പം ഇവിടുത്തെ ഒരു ക്രെഡിറ്റ്സ് യൂറോപ്പിലെ മുഴുവൻ എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും ഓൾമോസ്റ്റ് ആ ഒരു സ്റ്റഡി സ്ട്രക്ചറൊക്കെ ഒരുപോലെ തന്നെയാണ്. നമുക്ക് ഫസ്റ്റ് ഇയറിൽ 60 ക്രെഡിറ്റ്സ് വേണം, സെക്കൻഡ് ഇയറിൽ 60, അങ്ങനെ 2 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. അതിനെ തന്നെ 4 സെമസ്റ്ററായിട്ടാണ് ഇവരിങ്ങനെ പിന്നെയും ആക്കിയേക്കുന്നത്. അപ്പം ഈ ഫസ്റ്റ് ഇയറിന് 2 ആക്കി കഴിയുമ്പം നമ്മൾ 30 വീതം അങ്ങനെ നമുക്ക് കിട്ടണം. അപ്പം ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കറക്റ്റ് ടൈമിൽ നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റണം. അപ്പം നമ്മുടെ സ്വന്തം കഴിവിൽ മാത്രം ആശ്രയിച്ച് നമുക്കങ്ങനെ പോകാൻ പറ്റത്തില്ലല്ലോ. ദൈവത്തെ കൂട്ടുപിടിച്ച് നമ്മൾ ചെയ്തേക്കണ കാര്യങ്ങളൊന്നും ഇതുവരെ പാളിപ്പോയിട്ടില്ല. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ഇറങ്ങി തിരിച്ചേക്കുന്നത്. പിന്നെ എന്താണ് വർക്ക് പ്ലേസിൽ ഇപ്പോൾ നമുക്ക് എസക്കുട്ടിക്ക് 3 വയസ്സാകണോടം വരെ എനിക്ക് പെർസെൻറ്റേജ് കുറവാണല്ലോ. അപ്പം നമ്മുടെ ക്ലാസ് പിന്നെ മാസ്റ്റേഴ്സിൻ്റെ കോഴ്സ് കൂടുതൽ റിമോട്ട്, അതായത് നമ്മൾ ക്ലാസ്സിൽ പോയി അറ്റൻഡ് ചെയ്യേണ്ട ക്ലാസ്സുകൾ വളരെ റെയറായിട്ടേ കാണത്തുള്ളൂ. കൂടുതലും ഓൺലൈനും പിന്നെ അങ്ങാണ്ട് അസൈൻമെൻറ്റ് വർക്കുകളും അങ്ങനെയൊക്കെ ആയിരിക്കും എന്നാണ് ഇപ്പോൾ കേട്ടെടുത്തോളം നമുക്ക് മനസ്സിലായേക്കണത്. അപ്പം അതനുസരിച്ച് ഡ്യൂട്ടി നമുക്ക് ഷെഡ്യൂൾ നേരത്തെ കിടപ്പുണ്ടാവും. കോഴ്സ് എൻറോൾ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഏതൊക്കെ ദിവസങ്ങളിലാണ് അവർ പ്ലാൻ ചെയ്തേക്കണമെന്നുള്ളത്. അതനുസരിച്ച് നമുക്ക് വർക്ക് പ്ലേസിൽ ഡ്യൂട്ടി എഴുതിയിടാൻ പറ്റും. അപ്പം അങ്ങനെ അവേഴ്സ് കുറച്ചതുകൊണ്ട് നമുക്ക് വലിയ ക്ലാഷ് ആകാണ്ട് പോകാൻ പറ്റും എന്നാണ് നമ്മൾ. അവേഴ്സ് ഒത്തിരി കുറച്ചിട്ടില്ല, നിലവിൽ 80%. അതായത് നേരത്തെ 5 ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നിടത്ത് ഇപ്പോൾ 4 ഡ്യൂട്ടി ഒരാഴ്ച. ഒരു ഡ്യൂട്ടി കുറച്ചു, പക്ഷെ ആ ഒരു ഡ്യൂട്ടി കുറച്ചത് സപ്പോർട്ടായി മാറും എന്നാട്ടോ നമ്മൾ വിചാരിക്കുന്നത്. പിന്നെ വർക്ക് പ്ലേസിൽ നിന്ന് അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞേക്കണേ ഇൻ കേസ് സ്റ്റഡി ലീവ് ഒക്കെ എടുക്കണമെങ്കിൽ അവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്താൽ അവരതിനുള്ളതൊക്കെ അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് വീക്കായി കഴിയുമ്പോൾ നമുക്ക് ഫുള്ള് ഈ ആഴ്ച മുഴുവൻ ഓറിയൻറ്റേഷൻ ആയിരുന്നു. അപ്പം അതിൻ്റെ കുറേ ഇൻഫർമേഷൻസ് എല്ലാം ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ഇങ്ങനെ കുറേ കിട്ടിക്കഴിയുമ്പോഴേക്കും നമ്മളിങ്ങനെ ഓക്കെ അറിയാത്ത കുറേ കാര്യങ്ങൾ, പിന്നെ ധരിച്ചു വെച്ചിരുന്ന കാര്യങ്ങൾ ടോട്ടലി ഡിഫറെൻ്റ് ആണെന്ന് മനസ്സിലാക്കുന്ന ചില മൊമെൻറ്റ്സ്. അപ്പം വീക്ക് തീരാറായല്ലോ. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും ഇച്ചിരി ഒരു ഹെവി ആയ ഒരു ഫീലുണ്ട്. പക്ഷെ നമുക്ക് ഈ ഒരു റീസൺ കൊണ്ട് നമുക്ക് ഡ്യൂട്ടി മിസ്സാക്കാനും പറ്റില്ല. ഓവർ ഇതായി കഴിയുമ്പോൾ നമ്മൾ ഹെൽത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡ്യൂട്ടിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമ്മുടെ വർക്ക് വീക്കായി പോണ ഒരവസ്ഥ നമ്മുടെ ലൈഫിനെ ബാധിച്ചു കഴിഞ്ഞാൽ അത് നമുക്കിവിടെ സർവൈവ് ചെയ്യാൻ നല്ലതായിട്ട് നമ്മൾ ബുദ്ധിമുട്ടും അല്ലേ. വർക്കിനെ ബാധിക്കാൻ പാടില്ല, ഫാമിലി ലൈഫിനെ ബാധിക്കാൻ പാടില്ല, എല്ലാത്തിനെയും ബാധിക്കാണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടി. ഇപ്പം എല്ലാവരും തിരക്കായതുകൊണ്ട് പിള്ളേർക്ക് സ്കൂളൊക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ വെക്കേഷൻ വരുമ്പോൾ എല്ലാവർക്കും ഒരുമിച്ചാണ് വെക്കേഷൻ വരുന്നത്, അതുകൊണ്ടൊരു ആശ്വാസമുണ്ട്. എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാം.
പക്ഷെ ഇപ്പോൾ വിചാരിച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ആദ്യത്തെ ആഴ്ച ഇങ്ങനെ കുറച്ച് ക്ലംസി ആയിരിക്കും, പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഓവർലോഡ് കാര്യങ്ങൾ വരും, പിന്നെ ഇത് ഓണത്തിൻ്റെ ആഴ്ചയാണ്, അപ്പം എല്ലാം കൊണ്ടും ഒരു കുറച്ച് ഹെവി ആയിട്ടുള്ള വീക്കാണ്. പക്ഷേ നമ്മൾ വിചാരിച്ചേക്കണത് ഈ ആഴ്ചയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് അടുത്ത ആഴ്ച നമുക്കൊരു കുറച്ച് ദിവസം ഒന്ന് അടുപ്പിച്ച് ഇച്ചിരി, അതായത് കംപ്ലീറ്റ് ഓഫ് അല്ല, പക്ഷെ എന്നാലും കുറച്ച് മൈൽഡാക്കി എടുക്കാവുന്ന ഒരു കുറച്ച് ദിവസം അടുപ്പിച്ച് വരുമ്പം എല്ലാം കൂടെ ഒന്ന് ഓർഡർ ആക്കാൻ പറ്റും. അങ്ങനെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫോളോ ചെയ്താൽ മതിയല്ലോ നമ്മൾ. അതപ്പോൾ കുറച്ച് ഈസിയർ ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം തീർക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണത്. അങ്ങനെയൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ഭയങ്കര ബ്രെയിൻ അങ്ങ് പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ വരുന്ന കാണാം. ഇപ്പോൾ വേറൊരു ഗുണം എന്ന് ചോദിച്ചാൽ അറിയാമോ, ഞങ്ങളെല്ലാവരും സ്കൂളിൽ പോകുന്നത് കൊണ്ട് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം നമ്മൾ ഇവിടുന്ന് കഴിച്ചിട്ട് പോകുന്നു. ബ്രെഡ് സാൻഡ്വിച്ച് എന്തെങ്കിലും സിമ്പിളായിട്ടുള്ള ദിവസം, മൺഡേ ടു ഫ്രൈഡേ. പിന്നെ ലഞ്ചൊക്കെ നമ്മൾ സ്കൂളിൽ നിന്ന് എല്ലാവരും കഴിക്കുന്നു. ചുക്കുവാണെങ്കിൽ അവിടെ നിന്ന് കഴിക്കും, വർക്ക് പ്ലേസിൽ പോകുമ്പോൾ അവിടെ നിന്ന് കഴിക്കും. വർക്ക് പ്ലേസിൽ നിന്ന് കഴിക്കുമ്പം ഇപ്പോൾ ചുക്ക് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് അത്ര ഓൾമോസ്റ്റ് ഒരു 30% കൂടുതൽ കുറവില്ലേ സ്റ്റാൻഡേർഡ് ഫുഡിന് 3.10 അത്രേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് നമുക്ക് അതൊക്കെ എളുപ്പമാണ്. പിന്നെ വൈകുന്നേരം വൈകുന്നിട്ട് ഒരു ഡിന്നർ മാത്രം മതി, ഒരു ചായ ഒരു ഡിന്നർ മാത്രം മതി. സ്റ്റുഡന്റ് ഫുഡിന്റെ പൈസ ഒത്തിരി കൂടിയിട്ടോ. പണ്ട് 180 ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ 180, പിന്നത്തെ സെക്കൻഡ് ഇയർ ആയപ്പോഴേക്കും അത് 210 ആയിരുന്നു. ഇപ്പം 380 സംതിങ് അല്ലേ. അപ്പം അങ്ങനെ ആയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ച് കുക്കിങ്ങിന്റെ കാര്യങ്ങളൊക്കെ കുറച്ച് കുറവാണ്. പിന്നെ സാറ്റർഡേ സൺഡേ മാത്രം നമ്മൾ നമ്മുടെ ഇഷ്ടപ്പെട്ടതിലൊക്കെ ഫുഡ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയാൽ മതി. അതുകൊണ്ട് കുറച്ച് എളുപ്പമായിട്ടുണ്ട്. ഡിന്നറും പിള്ളേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് പറയാൻ നമ്മൾ മേക്ക് ചെയ്യണതിനേക്കാൾ കൂടുതൽ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു സംഭവമാണല്ലോ നമ്മൾ, അല്ലേ? പിള്ളേരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരെ കുറച്ച് എൻഗേജ് ആക്കുക എന്നുള്ളതാണ്. പെസക്കുട്ടിക്ക് നമുക്ക് അടുത്ത് ഡേക്കറി കിട്ടിയിട്ടുണ്ട്. പിന്നെ പിള്ളേരെ ചെറിയ ഹോബിക്ക് നമ്മൾ കൊണ്ടുവിടുന്ന സമയത്ത് വിടണം. തിരക്കായിരിക്കും, ഫുള്ള് തിരക്കായിരിക്കും. എല്ലാം സെപ്റ്റംബർ ആദ്യത്തെ ആഴ്ചയോട് കൂടിയിട്ട് നമ്മൾ ശരിക്കും ബാക്ക് ടു എന്താ പറയുക റൂട്ടീനിലോട്ട് ശരിക്കും കയറും കംപ്ലീറ്റ് ആയിട്ട്. അപ്പം വിചാരിക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരുടെ ഓരോരുത്തരുടെ ഓരോ കാര്യങ്ങളിലോട്ടൊക്കെ അവരുടെ വഴി തിരിച്ചു വരണം. അതായത് മെയിനായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പിള്ളേരുടെ അപ്പോയിൻമെൻറ്റുകൾ വരുന്നുണ്ട്, ഹോംവർക്കുകളുടെ ഇത് വരുന്നുണ്ട്, സ്കൂളിലെ മെസ്സേജുകൾ, സ്കൂളിലെ മീറ്റിങ്ങുകൾ, ഇതൊന്നും ഇതാകാണ്ട് പോകണം. പക്ഷെ ഒന്നും പാനിക്കാകാണ്ട് സ്മൂത്തായിട്ട് പോകണം. അതിന് ഒരാഴ്ച എന്തായാലും ഞങ്ങൾക്ക് കുറച്ച് പാനിക്കായിരിക്കും. കാരണം ഇതിനൊന്നും നമ്മൾ സ്വീകരിക്കണമല്ലോ, ഉള്ളിലേക്ക് നമ്മൾ എടുക്കണമല്ലോ. കയ്യാക്കോടെ തേച്ചോണ്ട് കിടക്കുന്നേ ചക്ക എടുത്തപ്പോ ഇച്ചിരി കൂടിപ്പോയി. അവര് മാളു റെഡിയായ മോളു എല്ലാവരും കിടക്കാനുള്ള പരിപാടിയാണ്. എസ്കുട്ടി ഓൾറെഡി വന്നത്. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, ഉറങ്ങി. 8:30 നാളെ എനിക്ക് 7 മണിക്ക് ഡ്യൂട്ടി തുടങ്ങും. ഇച്ചിരി പയ്യെ വിട്ടാ ക്ലാസ് ഉണ്ടോ? ഇല്ല, നാളെ എനിക്ക് ഡ്യൂട്ടി 7 മണിക്ക്. നാളെ ക്ലാസ് ഉണ്ട്, പക്ഷെ ഇത് പോകാൻ പറ്റിയല്ല. അപ്പം ഞാൻ വിചാരിച്ചു നമുക്കിപ്പം ഈ ഫസ്റ്റ് വീക്കിലൊരു ഓറിയന്റേഷൻ വീക്കാണല്ലോ, അന്നേരം അപ്പം നമുക്കൊരു ട്യൂട്ടറുണ്ട്. അപ്പം അവർ ഏറ്റവും വൈറ്റലായിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ഗ്രൂപ്പിൽ ഇട്ട് തരും. അപ്പം നാളത്തേത് ഓൾമോസ്റ്റ് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്. കാരണം പുതിയതായിട്ട് എക്സ്ചേഞ്ച് സ്റ്റുഡൻസ് ഉണ്ട്, വേറെ കൺട്രീസിൽ നിന്നൊക്കെ ഇവിടെ മാസ്റ്റേഴ്സ് ചെയ്യാൻ വന്നേക്കുന്നൊരു കുറച്ച് പേരുണ്ട്. നമ്മുടെ ഒന്നും അറിയില്ലാത്ത അവരുണ്ട്. നമ്മളിപ്പോൾ ഇത്രയും വർഷമാണ് നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാലോ. അപ്പോൾ പിന്നെ കുഴപ്പമില്ലാന്ന് പറഞ്ഞത് മിസ്സായാലും. എനിക്ക് ക്ലാസ് ഉണ്ട്. ഞങ്ങളാണെങ്കിൽ ഇത്തവണ ചെറിയ ഓണാഘോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓണമെല്ലാം കഴിഞ്ഞല്ലേ, കഴിഞ്ഞ ദിവസമായിരുന്നല്ലോ ഓണം. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് 3-4 ഫാമിലി കൂടിയിട്ടിട്ട് ഓണാഘോഷമുണ്ട്. പ്രത്യേകിച്ച് ആഘോഷം തന്നെ, ചെറുതായിട്ട് കാര്യങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കും, അത്രേ ഉള്ളൂ. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അത് പെൻഡിങ് ഇരിക്കുവാണ്. വലിയ ഓണാഘോഷം ഇത്തവണ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകളുടെ അഭാവം മൂലം ആൾക്കാരുണ്ട്, 10-9 മലയാളീസ് ഉണ്ട്. പക്ഷേ എല്ലാവരും കൂടെ സമയ സാഹചര്യം ഒക്കാത്തത് കൊണ്ട് ചെറുതായിട്ട് എല്ലാ ഗ്രൂപ്പുകളിലും ചെറുതായിട്ടാണ് ആഘോഷമൊക്കെ. അവരവരുടെ ഈ വന്ന ഓരോ സർക്കിളിലുള്ളവരായിട്ട് കുഞ്ഞുതായിട്ട് കണ്ട് കുറെ ഓണാഘോഷങ്ങളൊക്കെ ഇപ്പൊ കഴിഞ്ഞു. ഇപ്പം നമ്മൾ പിന്നെ വേറെ എവിടെയും പോകുന്നില്ല. ഹെൽസിങ്കിയിലാണ് പലയിടത്തും ഓണാഘോഷങ്ങൾ 1-2 ഓണാഘോഷമൊക്കെ ഉണ്ട്. നമ്മളൊരിടത്തും പോകുന്നില്ല. പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഫ്രീ ആയിരുന്നല്ലോ, ഇനി പിന്നെ അങ്ങനെ പോകാൻ പറ്റത്തില്ല. പിന്നെ അവധിയുള്ള സമയമൊന്നുമല്ലോ, അങ്ങനെയൊക്കെയാണ്. പിള്ളേരുടെ സ്കൂൾ മിസ് ചെയ്യാൻ പറ്റില്ല, ഇനിയിപ്പോൾ നമ്മുടെ സ്കൂൾ മിസ് ചെയ്യാൻ പറ്റില്ല. ഫുള്ള് ടൈറ്റ് ഷെഡ്യൂള്, ബിസി ലൈഫിലോട്ട്. ഇത്ര നാളും ബിസി എന്ന് പറയുമ്പോൾ ഒരു റെഗുലർ ബിസി ആയിരുന്നു. ഇതെന്ന് പറയുമ്പോഴേക്കും എന്തോ ഭയങ്കര ശീലമാകാത്ത കാര്യമാണ്. പക്ഷെ അത് ശീലമായി കഴിഞ്ഞാൽ സ്മൂത്ത് ആയിട്ട് പോകും. കമ്മിറ്റ്മെന്റ്സ് ഒക്കെ കൂടുതൽ വന്നിട്ടുള്ള ഒരു ബിസി. കാരണം എന്താ വെച്ചാൽ ഒന്നും നഷ്ടപ്പെടാണ്ട് നമ്മൾ എന്തെങ്കിലും നേടിയെടുക്കുമ്പോഴാണല്ലോ അതിന് വാല്യൂ ഉണ്ടാകുന്നത്. അതായത് എന്തെങ്കിലും ഒരു കാര്യം ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മളൊന്ന് നേടിയെടുക്കുമ്പം അതിനൊരു ഇത് കാണുന്നില്ല. അതുകൊണ്ട് ഒന്നും നഷ്ടപ്പെടാണ്ട് എല്ലാം കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്നതിൻ്റെതായ ഒരു ചെറിയൊരു ഇതുണ്ട്.
നമ്മുടെ ലൈഫിലെല്ലാം നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂട്ടി വെച്ചേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്ന് എന്താ ഏതെങ്കിലും നഷ്ടപ്പെടുത്തേണ്ട പോലത്തെ തോന്നാലും നമുക്ക് ഇപ്പൊ ജോലിയാണെങ്കിൽ നമുക്ക് ജോലി കളഞ്ഞിങ്ങനെ ഫ്രീ ആയിട്ട് പോയി പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ടുണ്ടാവുന്ന ലോസ് വേറെയാണ്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ജീവിക്കുമ്പം ഫിൻലൻഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡീസിന് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നൊരു കൺട്രിയാണ്. ഏത് ഏജിൽ വേണേലും നമുക്ക് എന്തോരം വേണേലും പഠിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ. അപ്പം അതെന്തോ ഒരു ഭയങ്കര നല്ലൊരു കാര്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്തു. അപ്പോൾ നമുക്കെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫീസ് കൊടുക്കണ്ട, നമുക്ക് ഇഷ്ടമുള്ളത് പഠിക്കാം, വേണ്ട സപ്പോർട്ട് വർക്ക് പ്ലേസിൽ നിന്ന് കിട്ടും. അപ്പം അങ്ങനെയൊക്കെ ഉള്ളപ്പം അത് കുറച്ചൊന്ന് വർക്ക്ഫുള്ളായിട്ട് യൂസ് ചെയ്യാമെന്നൊരു തോന്നൽ അല്ലേ? അത് തന്നെ. നേരത്തെ എല്ലാവരും കിടന്നുകൊണ്ടിരുന്നത് 10 മണി 11 മണി, ഇപ്പോൾ 9 മണിയാകുമ്പോഴേക്കും എല്ലാവരും കിടക്കും. 8:30 ആയതേ ഉള്ളൂ. നല്ല ക്ഷീണം വന്നിട്ടുണ്ട്. എല്ലാവരും സ്കൂളെല്ലാം കഴിഞ്ഞ് എല്ലാവരും നടന്നു പോകുന്നു. എല്ലാവരും സൈക്കിളിൽ ഇപ്പോൾ പോകുന്നു. അതിൻ്റേതായ ക്ഷീണം. പെൺകുട്ടിക്ക് ക്ഷീണമുണ്ടോ? ഇല്ല. വളരെ ക്ഷീണമുണ്ടോ? ക്ഷീണം ചക്കിക്കുണ്ടോ? ഇച്ചിരി. ചക്കിയാണ് ഇവിടെ ഏറ്റവും ആദ്യം ഉറക്കം വരുന്നത്. ചക്കിക്ക് 8:30 ആകുമ്പോൾ ചക്കി കിടന്ന് ഉറങ്ങണം. പക്ഷേ ഏറ്റവും ആദ്യം എണീക്കുന്നത് ചക്കി കേട്ടോ. എസ്കുട്ടി കിടന്നു. ടാറ്റ തരാനുള്ള ആൾ ഉറക്കത്തിലാണ്. അപ്പോൾ നമുക്ക് സമയം പോലെ അറിയത്തില്ല ഇനിയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കാനോ, അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്നതല്ല, വീഡിയോ എടുക്കാൻ നമ്മളിപ്പോൾ ഓക്കെ ഇടയിൽ നടക്കുന്ന സംഭവം ആ സമയത്ത് കുഞ്ഞു ക്ലിപ്പ് എടുക്കാം. പക്ഷേ ഇതൊന്ന് കണക്ട് ചെയ്യാനുള്ള സമയം കിട്ടുമെന്ന് അറിയത്തില്ല. അതിന് എഡിറ്റ് ചെയ്യണമെങ്കിൽ കുറച്ചധികം ടൈം. അതായത് നമ്മളിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം കണ്ടെത്താൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലിപ്പ് എടുത്ത് കഴിഞ്ഞാൽ അതിനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി അപ്പം തന്നെ ഇട്ടേക്കും. പിന്നെ എപ്പോഴും അടുത്ത ക്ലിപ്പ് എടുക്കുന്ന സമയത്ത് അതും കൂടെ അങ്ങ് ഇട്ടേക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സമയം നഷ്ടപ്പെടുത്താണ്ട് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനെങ്കിലും സമയം കിട്ടുവാണെങ്കിൽ നമ്മൾ ഇടയ്ക്ക് വീഡിയോസൊക്കെ ആയിട്ട് കാണാം. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളല്ലല്ലോ, നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളിലെ ചെറിയ ചെറിയ മൊമെൻറ്റ്സുകളാണ് നമ്മൾ എടുത്തു വെക്കുന്നത്. അപ്പം അത് എടുത്തിരുന്നിട്ട് അതൊന്ന് എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ മുന്നിലോട്ട് കൊണ്ടുവരുന്നതിനുള്ള ഒരു താമസം. അതായത് എഡിറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ അത് വലിയ പാടില്ല. പക്ഷെ ഇതൊന്ന് ഡൗൺലോഡ് ചെയ്യാൻ ടൈം, അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് സമയമില്ല, തിരക്ക്. പക്ഷെ ഇതിൻ്റെ അകത്തൊരു ഭയങ്കര സർപ്രൈസിങ് ഫാക്ടർ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ടയർഡായിട്ട് ഡൗൺ ആയിട്ടിരിക്കുകയാണെങ്കിലും ഈ കമൻസ് ഇങ്ങനെ പോപ്പ് ചെയ്യുമല്ലോ, അത് കാണുമ്പോഴേക്കും അയ്യോ നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ വായിക്കും കേട്ടോ. കമൻസ് നമ്മൾ വായിക്കുന്നുണ്ട്. അതുമ്പോഴേക്കും പെട്ടെന്ന് ചാർജ് ആവും. അയ്യോ നമ്മളത് ഇട്ടില്ലല്ലോ, നമ്മൾ പിന്നെ ഇങ്ങോട്ട് ഉഷാറായി പെട്ടെന്ന് വന്നിട്ട് അയ്യോ 2 മിനിറ്റ് നമുക്ക് പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പലപ്പോഴും എടുത്ത ക്ലിപ്പായിരിക്കും. പല സമയത്ത് നമ്മൾ വീഡിയോസ് എടുത്തു വെക്കുവേ, പക്ഷെ അതൊന്നും അതിന് എൻഡ് ഉണ്ടാവത്തില്ല, ഇടയ്ക്കും ഉണ്ടാവാൻ പറ്റാണ്ട് ദിവസം ചില കാര്യങ്ങളൊക്കെ നമുക്ക് മിസ്സായി പോകാറുണ്ട്. പക്ഷെ എന്നാൽ ഇത് കണ്ടു കഴിയുമ്പോഴേക്കും നമ്മൾ പെട്ടെന്ന് അതങ്ങ് അതായത് എല്ലാം കൂടെയും കൂട്ടി യോജിപ്പിച്ചൊരു വ്ളോഗ് പോലെ മുന്നിലോട്ടേക്ക്. പിന്നെ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും കൂടെയും കാണുമ്പോൾ കുറച്ച് നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു വീഡിയോ ഇരുന്ന് കണ്ടു കഴിയുമ്പോഴേക്കും ഇതിങ്ങനെ അതിങ്ങനെ അങ്ങനെ കാണുമ്പോഴേക്കും പിന്നെയും സന്തോഷം കേട്ടോ. അങ്ങനെയാണ് ഇതിൽ നിന്ന് വിട്ടുപോകാതെ ഇതിൽ തന്നെ ഇങ്ങനെ നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ ആ ഒരു സന്തോഷം തന്നെയാണ് നിങ്ങൾ തരുന്ന സന്തോഷം. അപ്പം അതിന് ശരിക്കും ഹൃദയത്തിൽ നിന്ന് നമ്മൾ നന്ദി പറയാണ്. ഇന്ന് ഇച്ചിരി ക്ഷീണം കൂടുതലുള്ളതുകൊണ്ടാണ് ഒരിച്ചിരി സംസാരം ഇച്ചിരി ആണോ ലാഗ് അടിക്കുന്നത്. ഇടയ്ക്ക് എണീറ്റു ഒരു പൂച്ചോർക്ക് വരണേ. ഒന്നുകൂടി ടാറ്റെന്ന് പറയാൻ പറ്റും ജോണിക്കുട്ടി. അപ്പൊ ഒന്ന് പറഞ്ഞേ. അടുത്ത വീഡിയോയിൽ ബൈ ബൈ. ഉറക്കാണെങ്കിൽ നമ്മൾ കൊടുക്കണ കോട്ട മുടക്കില്ല അല്ലേ? ടാറ്റക്കോട്ട. ശരി, ശരിക്കും പറയാണല്ലോ എല്ലാരും കൂടി ഇല്ലെങ്കിൽ ഒരു ജീവനില്ലാത്ത അവസ്ഥയായിരുന്നു. കറക്റ്റ് സമയത്ത് ഇച്ചിരി എണീറ്റു. നല്ല ഉറക്കമാ.